ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ എല്ലാവരും റെവല്യൂഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ റിയൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഈ റെവല്യൂഷന് പിന്നിൽ ആരാണ്? ഇപ്പം എന്ന് പറയുന്നത് വെറും ലാംഗ്വേജ് മോഡൽസും ചാറ്റ് ബോട്ട്സും മാത്രമല്ല, ഇത് നടത്താനായിട്ട് വലിയ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, കമ്പ്യൂട്ടർ പവറും എന്റർപ്രൈസ് സൊല്യൂഷൻസും വേണം. അപ്പം ഇതിന്റെ പിന്നിൽ ചില ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ റോൾ ഉണ്ട്. ഇപ്പം റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംസാര വിഷയം മാത്രമല്ല, അത് ഇന്നിപ്പോൾ എന്താണ്, ഒരു റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഈ ട്രാൻസ്ഫോർമേഷന് ഗ്ലോബൽ ലീഡർ ആവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇപ്പോൾ BCG അതുപോലെ നാസ്കോമിന്റെ റിപ്പോർട്ട് പ്രകാരം 2027 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ മാർക്കറ്റ് $17 ബില്യൺ എത്തുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. 25 മുതൽ 35% ആനുവൽ റേറ്റിൽ വളർന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 92% നോളജ് വർക്കേഴ്സും AI ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്ലോബൽ ആവറേജ് ആയ 75%-നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഡേറ്റാ സെന്റർ കപ്പാസിറ്റി 2024 ആകുമ്പോഴേക്കും 1 GW കടക്കും. അതായത് 2019 വെച്ച് നമ്മൾ നോക്കുമ്പോൾ 24% കൂടുതൽ. അതുപോലെ 2030 ആകുമ്പോഴേക്കും 17 GW എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ എല്ലാ AI ടാഗ്ഡ് കമ്പനിയും ഫ്യൂച്ചർ മൾട്ടിബാഗർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ഒട്ടും ഗ്യാരണ്ടീഡും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ AI നിന്ന് ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വന്ന് എംഫസിസ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ എംഫസിസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് അതുപോലെ AI ബേസ്ഡ് സർവീസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഗ്ലോബൽ IT സൊല്യൂഷൻ പ്രൊവൈഡർ ആണ്. ഇപ്പം വെർട്ടിക്കൽസ് നമുക്ക് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ മേജർ റവന്യൂ വന്ന് ആപ്ലിക്കേഷൻ സർവീസിൽ നിന്നാണ്. ഇപ്പൊ ടോട്ടൽ റവന്യൂവിന്റെ 72% ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്നതാണ് ക്ലയൻസിനായിട്ട് കസ്റ്റമൈസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊപ്പം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻ്റെനൻസും എൻഹാൻസ്മെന്റും വരുന്നുണ്ട്. ഇനി സെക്കൻഡ് വൺ വരുന്നത് BPO സർവീസ് ആണ്, 16% ഷെയറോടെ. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ കസ്റ്റമർ സർവീസ്, ട്രാൻസാക്ഷൻ പ്രോസസിംഗ് അതുപോലെ കംപ്ലൈൻസ് റിലേറ്റഡ് ടാസ്കും വരും. ഇനി ലാസ്റ്റ് വൺ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ആണ്. അപ്പം 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് എൻഡ് ടു എൻഡ് മൊബിലിറ്റി സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്, ലൈക്ക് വർക്ക് പ്ലേസ് മാനേജ്മെന്റ് അതുപോലെ ഡേറ്റാ സെന്റർ സർവീസും. ഇപ്പോൾ ജോഗ്രഫി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. റവന്യൂയിലേക്ക് 81% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 5% മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്ലയന്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50% റവന്യൂ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് എന്നാണ് വരുന്നത്. അത് കഴിഞ്ഞ് ടെക്നോളജി, മീഡിയ ആൻഡ് ടെലികോം അതുപോലെ ഇൻഷുറൻസും. ഇനി നമ്മൾ ഫൈനാൻഷ്യൽ പെർഫോമൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് അവരുടെ AI ലെഡ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. ഇപ്പോൾ ക്വാർട്ടർ ഫോർ ഫൈനാൻഷ്യൽ 2024 അവരുടെ ഡീൽ പൈപ്പ് ലൈൻ്റെ 25% മാത്രമായിരുന്നു AI ലെഡ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇത് 65% കൂടി. അപ്പോൾ ഈ ഒരു സെയിം ക്വാർട്ടറിൽ തന്നെ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂവിന്റെ 59% AI ഡ്രിവൺ ആയിരുന്നു. അപ്പോൾ കമ്പനിയുടെ AI റോഡ് മാപ്പ് 4 ഫേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ റവന്യൂ 7.2% വളർന്ന് 14,230 കോടി എത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം AI ലെഡ് ഡീൽസും വലിയ മൾട്ടി ഇയർ കോൺട്രാക്ട്സിന് സ്പീഡപ്പും ആണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് അതുപോലെ ഫൈനാൻഷ്യൽ സർവീസ്, ടെക്നോളജി, മീഡിയ ആൻഡ് ടെലികോം സെക്ടറിൽ ഇപ്പോൾ ഡയറക്റ്റ് ചാനൽ റവന്യൂ 7.1% വളർന്നു. ഇനി ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി കോസ്റ്റ് 2.7% മാത്രമായിട്ട് വളർന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ അവർ കോൺട്രിബ്യൂഷൻ ടു ടോട്ടൽ സെയിൽസ് 59.7% നിന്ന് 57.2% ഇടിഞ്ഞു. അപ്പം ഇത് IT കമ്പനിക്ക് വലിയൊരു റിലീഫാണ്. കാരണം സാലറി കോസ്റ്റ് കുറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിന് എന്തായാലും ഉപകാരമാണ്. ഇനി മാനേജ്മെന്റ് പറഞ്ഞതാണ് വലിയ ട്രാൻസ്ഫോർമേഷൻ ഡീലിന് വേണ്ടി കമ്പനി കൂടുതൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമെന്ന്. പക്ഷേ ഓട്ടോമേഷൻ തുടങ്ങുമ്പോഴേക്കും ഓഫ് ഷോറിംഗ് കൂടും. അതുപോലെ തന്നെ ട്രാൻസിഷൻ ആയിട്ട് സബ് കോൺട്രാക്ട് സ്റ്റാഫിനെയും കൂടി അവർ ഉപയോഗിക്കും. അപ്പോൾ ഹയറിംഗ് 90 ഡേ റോളിംഗ് ബേസിലാണ് നടത്തുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കമ്പനി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ആളുകളെ ഓൺബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. അപ്പം ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 9.3% കൂടി 2,647 കോടിയിലേക്ക് എത്തി. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാർജിൻ 18.6%-ലേക്ക് ഇംപ്രൂവ് ആയി. അപ്പോൾ ഇത് കാണിക്കുന്നത് 40 ബേസിസ് പോയിന്റ്സ് ഗെയിൻ ആണ്. അപ്പോൾ ഇത് ബോട്ടം ലൈനിലും ഡയറക്ട്ലി ബാധിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 9.5% വളർന്ന് 1,702 കോടിയിലേക്ക് എത്തി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ 2026 കുറിച്ച് കമ്പനി കൊടുത്ത ഗൈഡൻസ് പ്രകാരം EBIT മാർജിൻ 15.75% ആകുമെന്നാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നിലവിലെ മാർജിനായ 15.2%-നേക്കാൾ കൂടുതലാണ്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിലേക്കുള്ള ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ ഏകദേശം 11,000 കോടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവറോൾ റവന്യൂവിന്റെ ഏകദേശം 73% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഡീൽ പൈപ്പ് ലൈനിൽ ഇയർ ഓവർ ഇയർ 86% ഗ്രോത്ത് കണ്ടു. ഇപ്പോൾ ലാർജ് ഡീൽ പൈപ്പ് ലൈനിൽ ഇയർ ഓവർ ഇയർ 154% കൂടി. ഇപ്പോൾ ക്ലയന്റ് എക്സ്പാൻഷനും വിസിബിൾ ആണ്. ഇപ്പോൾ 40 മുതൽ 160 കോടിയുടെ റേഞ്ചിൽ വരുന്ന മിഡ് റേഞ്ച് ക്ലയൻസും കമ്പനി ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ കമ്പനി അവരുടെ പ്രൊപ്രൈറ്ററി പ്ലാറ്റ്ഫോമായ Mphasis.ai-യും ഡീപ്പ് ഇൻസൈറ്റും ഉപയോഗിച്ച് ക്ലയൻസ് അവരുടെ കോസ്റ്റ് സെർവ് കുറയ്ക്കും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും അവരെ.
ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ ക്യാഷ് ടു അസറ്റ് റേഷ്യോ 5.8% നിന്ന് 10.9% ഇംപ്രൂവ് ആയിട്ടുണ്ട്. കാരണം ക്യാഷ് റിസർവ്സ് 814 കോടിയിൽ നിന്ന് ഇരട്ടിയായി 1613 കോടിയിലേക്ക് എത്തി. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, റിസീവബിൾസിൽ പ്രഷർ വിസിബിൾ ആണ്. അപ്പോൾ കമ്പനിയുടെ അൺബിൽഡ് റിസീവബിൾസ് 40% കൂടി 1816 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഇത് ടോട്ടൽ ട്രേഡ് റിസീവബിൾസിൽ 64% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇത് വലിയൊരു എമൗണ്ട് ആയിട്ട് തുടരുവാണെങ്കിൽ ക്യാഷ് ഫ്ലോനെ അത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ പഴയ റിസീവബിൾസും കൂടുന്നുണ്ട്. അപ്പോൾ 1 മുതൽ 2 വർഷം കഴിഞ്ഞ റിസീവബിൾസും 3 വർഷം കഴിഞ്ഞ റിസീവബിൾസ് ഒക്കെ നല്ലപോലെ കൂടി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് 31% കൂടി 219 കോടിയിലേക്ക് എത്തി. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് കമ്പനിക്ക് തിരിച്ചു കിട്ടാത്ത ക്യാഷിനെ കുറിച്ച് അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിലവിൽ ഇപ്പം കമ്പനി 31 എന്ന PE റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവരുടെ മീഡിയൻ PE ആയ 29നേക്കാളും കൂടുതലാണ്. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, കമ്പനിയുടെ 82% റവന്യൂ US-ൽ നിന്നാണ് വരുന്നത്. കൂടാതെ 54% റവന്യൂ ടോപ്പ് 10 ക്ലയൻസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് മോഡറേറ്റ് കോൺസെൻട്രേഷൻ റിസ്ക് ആണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പോലത്തെ സെക്ടേഴ്സിൽ മാക്രോ ഷോക്സ് ആണ് ഇമ്പാക്റ്റ് കാണിക്കാറുള്ളത്. അപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു സെഗ്മെന്റിൽ തുടർച്ചയായിട്ടൊരു ഡിക്ലൈൻ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതിന് വലിയൊരു കാരണമാവുന്നത് താരിഫ് അൺസർട്ടനിറ്റിയും ഗ്ലോബൽ ട്രേഡ് ഡിസ്റപ്ഷനും ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ നിന്നുള്ള PBT കോൺട്രിബ്യൂഷൻ സെക്കൻഡ് ഹയസ്റ്റ് ആയത് തൊട്ട് ഇതെന്താണ് കൺസേണിംഗ് ആണ്. കൂടാതെ ഇപ്പോൾ റിസീവേഴ്സും ഇത്രയധികം കൂടിയത് കൊണ്ടും കമ്പനിയുടെ എന്താണ് ക്യാഷ് ജനറേഷൻ എബിലിറ്റിനെ അത് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ക്യാഷ് ഫ്ലോ ഒരു മേജർ റിസ്ക് ആവാം. പ്രത്യേകിച്ച് ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ തുടരുവാണെങ്കിൽ അതെന്തായാലും ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വന്ന് നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യയാണ്. 1999 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. ഇന്നിപ്പം ഈ ഒരു കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ഹൈ ആൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻ പ്രൊവൈഡേഴ്സിൽ ഒരാളാണ്. അപ്പോൾ കമ്പനിയുടെ വർക്ക് ജസ്റ്റ് മാനുഫാക്ചറിംഗിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല, ഇത് ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെയുള്ള ഫുൾ സ്റ്റാക്ക് കാപ്പബിലിറ്റീസ് നൽകുന്നുണ്ട്. അപ്പോൾ നെറ്റ്വെബ് എന്ന് പറഞ്ഞ റെയർ ഇന്ത്യൻ കമ്പനിയാണ്. അവർ എൻഡ് ടു എൻഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹോം ഗ്രോൺ കമ്പ്യൂട്ട്, സ്റ്റോറേജ്, അതുപോലെ തന്നെ ഈവൻ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വരെ ഉണ്ട്. അപ്പം നെറ്റ്വെബ് കസ്റ്റമേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് സൊല്യൂഷൻ ഡിസൈൻ സ്റ്റേജിൽ നിന്നാണ്. അതായത് റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് അവരുടെ വിൻ റേറ്റ് ഓൾറെഡി 60% വരെ എത്തുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ വേർട്ടിക്കൽസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി 6 മേജർ വേർട്ടിക്കൽസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് ഹൈപ്പർ കൺവേർജ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ക്ലൗഡ് ടൂൾസ് അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പനിയുടെ ഏറ്റവും വലിയ റവന്യൂ സോഴ്സ് ആണ്. ഇപ്പോൾ ടോട്ടൽ റവന്യൂവിൽ 37% ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പോൾ നെറ്റ്വെബ്, AI റിസർച്ചിലും സിമുലേഷൻ പോലുള്ള ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൽ 36% ഷെയർ ആണ് നൽകുന്നത്. അടുത്തത് AI സിസ്റ്റംസ് ആൻഡ് എന്റർപ്രൈസ് വർക്ക് സ്റ്റേഷൻസ് ആണ്. അപ്പോൾ നെറ്റ്വെബ് അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമായ ക്യൂബിറ്റ്സും Skyless.ai ഉപയോഗിച്ച് മെഷീൻ ലേണിംഗും ലാർജ് ലാംഗ്വേജ് മോഡൽസ് പോലത്തെ ആപ്ലിക്കേഷൻസ് വേണ്ടി കസ്റ്റമൈസ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ കമ്പനിയുടെ റവന്യൂവിൽ റഫ്ലി 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി റവന്യൂ ഹൈ പെർഫോമൻസ് സ്റ്റോറേജ്, ഡേറ്റാ സെന്റർ സെർവേഴ്സ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സർവീസസിൽ നിന്നാണ് വരുന്നത്. ഇനി നെറ്റ്വെബിന്റെ ക്ലയന്റ് ബേസ് നോക്കുകയാണെങ്കിൽ 50% ഗവൺമെന്റ് ക്ലയൻസും അതുപോലെ 50% പ്രൈവറ്റ് സെക്ടറുമാണ്. അപ്പോൾ ഇവരുടെ ക്ലയന്റിൽ വരുന്നതാണ് റിസർച്ച് സെന്റേഴ്സ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിഫൻസ്, അതുപോലെ സ്പേസ് ഓർഗനൈസേഷൻസും. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ പാർട്ട് എന്താണ്? നെറ്റ്വെബ് NVIDIAയുടെ ചില ഗ്ലോബൽ പാർട്ട്നേഴ്സിൽ ഒരാളാണ്. അപ്പോൾ കമ്പനി NVIDIAയ്ക്കായിട്ട് കസ്റ്റം പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ റവന്യൂ 58% കൂടി. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന് മെയിൻ ക്രെഡിറ്റ് പോകുന്നത് പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് HCI അതുപോലെ HPC വെർട്ടിക്കൽസിലേക്കാണ്. അപ്പോൾ ഈ രണ്ട് വെർട്ടിക്കൽസും 52% അതുപോലെ 54% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീൽസും അതുപോലെ 81.4% റിപ്പീറ്റ് ഓർഡർ ബേസും ആണ്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ സൊല്യൂഷൻസിലെ ക്വാളിറ്റിയും അതുപോലെ ക്ലയൻസിൽ അവർ വെച്ചേക്കുന്ന വിശ്വാസമാണ്. അപ്പോൾ ഇത് സോവറിൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡിമാൻഡ് വളരെ വേഗത്തിൽ വളർത്തുന്നുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാലും കമ്പനിയുടെ എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 59.3% കൂടി, മെറ്റീരിയൽ കോസ്റ്റ് 61.8% കൂടി. അപ്പോൾ ഇത് സെമി കണ്ടക്ടേഴ്സ്, സ്റ്റോറേജ് ഡിവൈസ്, ഹാർഡ്വെയർ കോമ്പോണൻസിനൊക്കെ വില കൂടിയതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മാർജിനിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടായി. കാരണം എഫിഷ്യൻസി കൂടുതൽ പ്രഷറിലായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 55.3% കൂടി, എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 14.2% നിന്ന് 13.9% കുറഞ്ഞു. 30 ബേസിസ് പോയിന്റ്സ് ഡിപ്പ്. ഇനിയിപ്പോൾ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ 83% കൂടി 11 കോടി എത്തി. അപ്പോൾ ഇത് മെയിൻലി പുതിയ അസറ്റ്സിന്റെ അഡീഷൻസ് കാരണമാവും. അതുപോലെ തന്നെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 50% വളർന്ന് 114 കോടി എത്തി. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നെറ്റ് വെബിന് വളരെ സ്ട്രോങ് റിപ്പീറ്റഡ് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊജക്ട്സ് തുടർന്ന് കിട്ടും.
പിന്നെ അവർ എല്ലാ സർവീസും, അതായത് ഡിസൈൻ നിന്ന് ഇംപ്ലിമെന്റേഷൻ വരെ എല്ലാവരും സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാവും അവരുടെ മാർജിൻ MSc കോമ്പറ്റീറ്റേഴ്സിനേക്കാളും വളരെ നല്ലതായിട്ട് ഇരിക്കുന്നതെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 35 മുതൽ 40% ടോപ്പ് ലൈൻ CAGR സസ്റ്റെയിൻ ചെയ്യുമെന്നതിൽ കോൺഫിഡന്റ് ആണ്. അപ്പോൾ ഇത് സ്ട്രോങ് ഓർഡർ പൈപ്പ്ലൈൻ, ഹെൽത്തി ഓർഡർ ബുക്ക്, അതുപോലെ തന്നെ ഓവറോൾ മൊമെന്റം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് ഫുൾ സ്റ്റാക്ക് പ്ലെയർ എന്ന നിലയിൽ നെറ്റ്വെബിന് നിലവിൽ ഒരു ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് ഇല്ല. ഇന്ത്യയിലെ AI മാർക്കറ്റ് 25 മുതൽ 35% CAGR ആണ് വളരുന്നത്. അതുപോലെ തന്നെ ഇത് 2027 ആകുമ്പോഴേക്കും $17 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കെയർ എഡ്ജ് പ്രകാരം ഇന്ത്യയിലെ ഡേറ്റാ സെന്റർ കപ്പാസിറ്റി അടുത്ത 3 വർഷത്തിൽ ഇരട്ടിയാകും. അപ്പോൾ ഇത് AIയും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഡിമാൻഡ് ഇനിയും വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇത് നെറ്റ്വെബ് പോലത്തെ കമ്പനികൾക്ക് വലിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആകും. 2026 ഫൈനാൻഷ്യലിലേക്കുള്ള ഗൈഡൻസ് പ്രകാരം കമ്പനി 13 മുതൽ 14% EBITDA മാർജിനും 10% PAT മാർജിനും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനിയുടെ നിലവിലെ പെർഫോമൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AI സെഗ്മെന്റിൽ നിന്നുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ 15% നിന്ന് ഏകദേശം 20% കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2025 Q4 ആകുമ്പോഴേക്കും ഓർഡർ ബുക്ക് 350 കോടി എത്താം. അപ്പോൾ 8 to 12 വീക്സ് എക്സിക്യൂഷൻ സൈക്കിളോടെ. ഈ ഒരു ഓർഡർ പൈപ്പ്ലൈൻ ഹിസ്റ്റോറിക്കൽ കൺവേർഷൻ റേറ്റ് ആയ 60% ഏകദേശം 4000 കോടിയാണ്. അപ്പോൾ ഓവറോൾ റവന്യൂവിന്റെ ഏകദേശം 3.5 ഇരട്ടിയോളം ഈ ഒരു പൈപ്പ് ലൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പൈപ്പ് ലൈനിൽ നിലവിൽ ഇന്ത്യൻ AI പ്രോജക്ട്സ് ഇൻക്ലൂഡ് അല്ല. അപ്പോൾ ഈ ഒരു മിഷന് വേണ്ടി ഗവൺമെന്റ് 2025-26 2000 കോടി വരെ അലോക്കേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആവും. കൂടാതെ 2025 ഫൈനാൻഷ്യലിൽ കമ്പനി Skyless.ai ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓൺ ദി ഗോയിൽ GPU ബേസ്ഡ് AI ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു യൂണിഫൈഡ് സൊല്യൂഷൻ ആണ്. ഇന്ത്യയിൽ ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലോബൽ MNCs ഇത് പല ടൂൾസ് വഴിയാണ് നൽകുന്നത്. എന്നാൽ ഇവിടെ Skyless.ai ഒരു സിംഗിൾ യൂണിഫൈഡ് പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഒരു ഫ്യൂച്ചറിൽ ഇത് AI ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞെട്ടിക്കുന്ന ഒരു കാരണമായിട്ട് മാറാം. കാരണം ഇതെന്താണ്, സിംഗിൾ ഈസി ടു യൂസ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ വലിയ ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനി ഇന്റർനാഷണലിയും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 രാജ്യങ്ങളിൽ അവർ സർവീസ് നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്, യൂറോപ്പ് അതുപോലെ മിഡിൽ ഈസ്റ്റിലും. അപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ക്ലൗഡ് അതുപോലെ ക്ലൗഡ് മാനേജ്മെന്റ് പോലത്തെ സെഗ്മെന്റ്സ് 2029 ആകുമ്പോഴേക്കും 19 മുതൽ 23% വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് കമ്പനിയുടെ ടോട്ടൽ റവന്യൂയിലേക്ക് ഏകദേശം 40% കോൺട്രിബ്യൂട്ട് ചെയ്യും. കൂടാതെ ഇന്ത്യയിൽ AI സ്പെൻഡിംഗ് അടുത്ത 4 വർഷത്തിൽ 31.5% CAGR വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻവെന്ററീസ് അതുപോലെ ട്രേഡ് റിസീവബിൾസ് എല്ലാം കഴിഞ്ഞ 2 വർഷത്തിൽ പെട്ടെന്ന് വളർന്നിട്ടുണ്ട്. ഇൻവെന്ററീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 103%, അതുപോലെ ട്രേഡ് റിസീവബിൾസ് 54%. എന്നാൽ ഈ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് കാരണം ഇൻവെന്ററി സൈക്കിൾ എന്താണ് കുറച്ചൊന്ന് സ്ട്രെച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇൻവെന്ററി ഡേയ്സിനെ അത് ബാധിച്ചിട്ടുണ്ട്. ഇൻവെന്ററി ഡേയ്സ് 77 ദിവസത്തിൽ നിന്ന് 92 ദിവസമായി, അതുപോലെ റിസീവബിൾ ഡേയ്സ് 93 ദിവസത്തിൽ നിന്ന് 115 ദിവസമായി. എന്നാൽ കമ്പനി ഇവിടെ എന്താണ് പേയബിൾ ഡേയ്സ് കൂട്ടിക്കൊണ്ട് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് കുറഞ്ഞിട്ടുണ്ട് 18 കോടിയിൽ നിന്ന് -13 കോടിയിലേക്ക്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്, നെറ്റ് പ്രോഫിറ്റിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി സഫീഷ്യന്റ് ക്യാഷ് ജനറേറ്റ് ചെയ്തില്ല. അപ്പോൾ CFO ബൈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ -11% കുറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററി ലെവൽസ് പെട്ടെന്ന് കൂടിയതാണ്. അപ്പോൾ ഇത് CFOയിൽ പ്രഷർ ഉണ്ടാക്കി. അതെ, ഇവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിന് മെയിൻലി 122 കോടിയുടെ സെൽ ഓഫ് കാരണമാണ്. എന്നാൽ കമ്പനി അവരൊരു വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെന്ററി അതൊരു റിസീവബിൾ സൈക്കിൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ്, ക്യാഷ് ജനറേഷനിൽ പ്രഷർ വരാം. ഇനി ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട്. ആദ്യത്തെ മെയിൻ റിസ്ക് റവന്യൂ കോൺസെൻട്രേഷൻ ആണ്. 2025 ഫൈനാൻഷ്യലിൽ ടോപ്പ് 10 ക്ലയൻസിൽ നിന്ന് റവന്യൂ കോൺട്രിബ്യൂഷൻ 66% എത്തി. 2022 ഫൈനാൻഷ്യലിൽ 49.5% ആയിരുന്നു. ഇപ്പോൾ ടോപ്പ് 5 ക്ലയൻസ് മാത്രം 51% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ക്ലയൻസിലേക്കുള്ള ഹൈ ഡിപ്പെൻഡൻസിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ മെയിൻ റിസ്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസിറ്റി ആണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ഗ്രോസ് കറന്റ് അസറ്റ് 210 ദിവസമായിട്ട് കൂടി. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ 168 ദിവസമായിരുന്നു. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 30 മുതൽ 40% റവന്യൂ Q4 നിന്നാണ് വന്നത്. അതുപോലെ തന്നെ പേയ്മെന്റ്സ് 70 മുതൽ 90 ദിവസത്തിലാണ് ലഭിക്കുന്നത്. കൂടാതെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി കൂടുതൽ ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ശ്രദ്ധയോടെ മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെയുണ്ട്. ഇനിയിപ്പം AI നമ്മുടെ ഫ്യൂച്ചർ ആണോ എന്നുള്ളത് ഒരു ചോദ്യം പോലെയല്ല നമുക്കിവിടെ. കാരണം എന്താണ്, ഇതിനുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇവിടുത്തെ റിയൽ ചോദ്യം എന്താണ്, ഫ്യൂച്ചറിൽ ഏത് ബിസിനസ് ആവും വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പം ഏത് കമ്പനിയുടെ അപ്രോച്ചാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്കെയിലബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് മെൻഷൻ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നിങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.